അശരണർക്കും ആലംബഹീനർക്കും കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് കരവലയം തീർത്ത ബത്സൈദ സ്ഥാപകനും വൈദിക ശ്രേഷ്ഠനുമായ റവൻ ഫാദർ സന്തോഷ് ജോർജ് സ്വാഗതം. കർത്താവിൽ സഹോദരങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ സന്തോഷ് ജോർജ് അച്ഛൻ. ഞാനിപ്പോൾ അമേരിക്കയിൽ ഹ്യൂസ്റ്റണിൽ ഉണ്ട്. ദൈവത്തിന് വലിയ കരുണയാലും കൃപയാലും നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി കാണുന്ന തൊക്കോണം നമ്മുടെ കർത്താവ് അനുഗ്രഹം നൽകി സഹായിച്ചിരിക്കുകയാണ്. അതിന് പ്രകാരം ഈ വരുന്ന ശനിയാഴ്ച, അതായത് 13-ാം തീയതി, നമ്മുടെ ഡേസി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് നമുക്ക് കാണുവാൻ കർത്താവ് അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ നേതൃത്വം ഏറ്റവും സ്നേഹനിധിയായ സാബു നൈലാൻ ആൻഡ് നെൽസൺ സാർ എന്നിവരുടെ കോർഡിനേഷനിൽ നടന്നു വരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ബത്സൈദ നിരാലംബരായ, ആരുമില്ലാത്തവരായ പാവപ്പെട്ടവരുടെ ശബ്ദമായി മാറിയിട്ട് 17 വർഷം പിന്നിടുകയാണ്. നിലവിൽ നമ്മുടെ സ്ഥാപനത്തിൽ ബുദ്ധിമാന്യമുള്ളവർ, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, ഒപ്പം ഹാൻഡിക്യാപ്ഡ്, CP, സെറിബ്രൽ പാൾസി തുടങ്ങിയ ശാരീരിക വൈകല്യമുള്ളവരും മാനസിക വെല്ലുവിളി നേരിടുന്നതുമായി വലിയൊരു സംഘം ആളുകൾ താമസിച്ചു വരുന്നു. റോഡിൽ അലിഞ്ഞു കിടന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ മുടിവെട്ടി കുളിപ്പിച്ച് അവർക്ക് ജീവിതം നൽകുന്ന ഒരു ശുശ്രൂഷയാണ് ബത്സൈദ കുറെ കാലമായി സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു ആശയം, ഒരു വലിയ ആഗ്രഹം മുമ്പോട്ട് വെക്കുകയാണ്. പുരുഷന്മാരെ പോലെ തന്നെ നിരവധി ഉപേക്ഷിക്കപ്പെട്ടവരായ സ്ത്രീകൾ, അമ്മമാര്, സഹോദരിമാര് റോഡിന്റെ വിവിധ സ്ഥലങ്ങളിലൊക്കെ അന്തി ഉറങ്ങുന്നത് കാണാറുണ്ട്. അലഞ്ഞു നടക്കുന്നത് കാണാറുണ്ട്. വൃത്തിയായി നടക്കാതെ, വേഷം ധരിക്കാതെ, അല്ലെങ്കിൽ മലിനസ്വമായ വിധം അവരെ കാണുമ്പോൾ വല്ലാത്തൊരു വേദന നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്നും അല്ലെങ്കിൽ സംഘടനകളിൽ നിന്നൊക്കെ അമ്മമാരെ അവിടെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ അവർക്കുള്ള അക്കോമഡേഷൻ സൗകര്യം അന്ന് നമുക്ക് കുറവായതിനാൽ അതിന് ശ്രമിക്കാതെ അവരെ മടക്കി അയച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ കുറച്ചു കാലങ്ങളായി ആ വേദന മനസ്സിൽ കിടക്കുകയും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മമാർക്ക് കൂടി ഒരു അക്കോമഡേഷൻ സെന്റർ തുടങ്ങണം, അവരെ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹം വെച്ച് കഴിഞ്ഞ വർഷം ഞങ്ങൾ പുതിയൊരു ബത്സൈദ മരിയൻ ഹോമിന് നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ കല്ലിട്ടു. ഇപ്പോൾ നിലവിൽ 25 പേർക്ക് താമസിക്കാവുന്ന വിധം അതിനെ താൽക്കാലികമായി ഒന്ന് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതുപോരാ, നമ്മളുടെ പ്രത്യേകിച്ച് സ്ഥാപനം ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ കീഴിൽ അംഗീകൃത സ്ഥാപനമായതുകൊണ്ടും ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുന്ന ചില നിയമങ്ങൾ അനുസരിച്ച് വേണം പുതിയ ബിൽഡിങ്ങുകൾ പണിയാനെന്നുള്ളത് കൊണ്ടും ഏറ്റവും സൗകര്യമായ വിധം അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ തക്കണം ആ ബിൽഡിങ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഭംഗിയാക്കാൻ തക്കവണ്ണം ശരണപ്പെടുകയാണ്. അതിന് ഏകദേശം ഒരു 55 ലക്ഷം രൂപ ഇപ്പോൾ എഞ്ചിനീയർ നമ്മുടെ മുമ്പിൽ തന്നിരിക്കുകയാണ്. ഇന്നുവരെയും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ഒപ്പം നിന്ന ഒരുപറ്റം ആളുകൾ ഈ അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ട്. അമേരിക്കയിലെ ജീവിതം വളരെ അടുത്തറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ജീവിത സാഹചര്യങ്ങളിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനങ്ങളുടെ അംശങ്ങളെ നിങ്ങൾ മാറ്റിവെച്ച്, നിങ്ങളുടെ വേർപ്പിന്റെ അംശത്തെ, കഠിനാധ്വാനത്തിന്റെ അംശത്തെ മാറ്റിവെച്ച് നിങ്ങൾ നൽകുന്ന ഓരോ പണവും അതിന് ഏറ്റവും അധികമായ മാനം കൊടുത്ത്, വില കൊടുത്ത് സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷം ലഭ്യമാകുക. കിട്ടുന്ന പണങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ഇന്നുവരെയും ബത്സൈദ അതിൻ്റെ മണ്ണിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മമാരെ സംരക്ഷിക്കണം. അത് സമൂഹത്തിന്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ കർത്താവിന് ഒരു വലിയ മറുപടിയായ സ്ഥാപനം സമ്മാനിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും കാണാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എളിമപ്പെടുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ വചനം പറയുവാനും കേൾക്കുവാനും 2 മണിക്കൂർ നേരം കർത്താവിനെ ആരാധിക്കുവാനും തമ്പുരാന്റെ നാമത്തിൽ കൂടി വരുവാനും ഒരു അവസരമായിട്ട് ഈ 13-ാം തീയതി 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ കാണണമെന്ന് വളരെ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവ് അനുവദിക്കുന്ന പക്ഷം കാഴ്ചയിൽ കാണാം. നന്ദി.